ഇതെല്ലാം ഈ ജ്ഞാനങ്ങളൊക്കെ പുസ്തകത്തിൽ എഴുതി യാതൊരു കാര്യമില്ലുണ്ടോ? ഇത് വെളിച്ചം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ വേദികൾ ഉണ്ടാവണം, അപ്പോഴേ വെളിച്ചം കാണുള്ളൂ. അല്ലെങ്കിൽ ബുക്കുകളൊക്കെ ഇങ്ങനെ ഇരിക്കും, ഇതിൽ ജ്ഞാനമൊക്കെ ഇരിക്കും. പിന്നെ കാണപ്പാടം, ഇത് കാണപ്പാടം അറിയുന്ന എത്ര ആളുണ്ട്? എന്തെങ്കിലും കുറച്ചൊക്കെ അറിയോ? കുറച്ചൊക്കെ അറിയാവുന്ന എത്ര ആളുണ്ട്? രണ്ടുപേര് പാടില്ലേ? രണ്ടുപേര് പാടുന്ന എത്ര ആളുണ്ട്? കൃഷ്ണ കൃഷ്ണ മുകുന്ദനാഥന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. പിന്നെ ബാക്കി എന്താ? അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ. ഓക്കെ, ഇത് എന്തിനാണ് ജ്ഞാനപ്പാന അതുപോലെ ജ്ഞാന സദസ്സുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കണം എന്നാണ് ചോദ്യം. എന്തിനാണ് പങ്കെടുക്കണേ? പങ്കെടുത്തിട്ടില്ലേ ആദ്യം പല സ്ഥലങ്ങളിലും? ഇതുപോലെ ചോദ്യം ചോദിച്ചാരെങ്കിലും എന്തിനാ പങ്കെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി അല്ലേ? എന്തിനാ ഫലം കുറഞ്ഞു തുടങ്ങി. ആദ്യം കൃഷി ചെയ്താൽ ഉണ്ടാകുമായിരുന്നു, രണ്ടാമത് കൃഷി ചെയ്താൽ മാത്രം ഉണ്ടാകുമായിരുന്നു, മൂന്നാമത് കൃഷി ചെയ്താൽ തന്നെ ഫലങ്ങൾ കുറവുണ്ടായി തുടങ്ങി. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഭഗവാൻ നാരായണനോട് വീണ്ടും നാരദ ഋഷി ആ യുഗത്തിൽ പോയി ചോദിച്ചു പറഞ്ഞു, നിങ്ങളെ പൂജകൾ ചെയ്യാൻ പറഞ്ഞു. വീട്ടിലെ സ്വയം അറിയാവുന്ന രീതിയിൽ പൂജകളും ആരാധനകളൊക്കെ നടത്തൂ എന്ന് പറഞ്ഞു. കാരണം ധ്യാനം ചെയ്യാൻ മനസ്സ് സമ്മതിക്കണില്ല. കണ്ണുകളടച്ചിരുന്ന ആൾക്കാർ തോർത്താ ഒരെണ്ണം മതി.